അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളയ കൊച്ചിൻ്റെ ടൂർ പ്രോഗ്രാം മാറ്റി വെച്ചെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ടൂർ പ്രോഗ്രാം നടന്നത് ഡിസംബർ 17-ാം തീയതി ആയിരുന്നേ. അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് വന്നത്. ഇതൊരു കൃഷ്ണൻ്റെ അമ്പലമാണ്. ബിനീഷിയേട്ടൻ കുളിയൊന്നും കഴിയാഞ്ഞുകൊണ്ട് ബിനീഷിയേട്ടൻ കയറിയില്ല. ഞാൻ രാവിലെ അമ്പലത്തിൽ കയറണമെന്ന് ഉദ്ദേശിച്ച് കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ. കൊച്ചു ടൂറ് പോകുന്നതുകൊണ്ട് കുറേ ദിവസമായിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും വരണമെന്നും പറഞ്ഞ് വിളിയായിരുന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് അതുവഴി വന്ന മീൻകാരൻ ചേട്ടനോട് കുറച്ച് മീനൊക്കെ മേടിച്ച് അത് ഞാൻ വെട്ടി തേച്ച് കഴിയൊക്കെ കൊടുത്തപ്പോൾ അതേ അമ്മ രാവിലെ മീൻകറിയൊക്കെ വെക്കാൻ പോവുക. അമ്മ നേരത്തെ മീനൊക്കെ കൂട്ടുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അമ്മ മീനൊന്നും കൂട്ടത്തില്ല. അച്ഛനും അങ്ങനെ മീനൊന്നും വലുതായിട്ട് വേണ്ട. ഇവിടുത്തെ അച്ഛന് മീനൊക്കെ നിർബന്ധമാണ്. ഇതെന്നെ കെട്ടിച്ചു വിട്ട വീടാണ്. ഇവിടുത്തെ അമ്മ 2 വർഷമായി മരിച്ചു പോയിട്ട്. അപ്പം ഇവിടെ ഞാനും ഇവിടുത്തെ അച്ഛനും പിള്ളേരുമാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് 2 ആഴ്ച കൂടുമ്പോഴേ വരത്തുള്ളൂ. പുള്ളി വർക്ക് ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ അതേ ഇവിടുത്തെ അച്ഛനും ബിനീഷിയേട്ടനും കൂടെ വാഴക്കൊലയൊക്കെ വെട്ടി 2 കൊല ഉണ്ടായിരുന്നു. പൂവൻ വാഴയാണ്. അപ്പോൾ അത് ഇവിടെ കടയിൽ കൊടുക്കാനിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ട് ഇവിടെ ഒത്തിരി കപ്പളങ്ങ നിൽപ്പുണ്ടല്ലോ, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി വെക്കാൻ മേലെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാവല്ലോ എന്ന്. അപ്പോൾ ഞാൻ ദേ കപ്പളങ്ങ പറിക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഓരോന്നൊക്കെ ഈ സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കപ്പളങ്ങ കൊണ്ടുവന്ന് തൊലിയെല്ലാം ചെത്തിയെടുത്ത് അത് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ കൊച്ചു വൈകിട്ട് 7 മണിയാകുമ്പം വരുമെന്നായിരുന്നു സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നത്. ഞാനിവിടെ കപ്പളങ്ങയൊക്കെ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ അതേ അമ്മ കണ്ടോ താഴെ പറമ്പിൽ പോയി വിറകൊക്കെ പെറുക്കി എടുക്കുവാണ്. അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തേ ഇല്ല. ഇവിടെ നല്ല അവിടെയാണേലും ഇത് തന്നെയാണ്. അപ്പോൾ അതേ കപ്പളങ്ങയൊക്കെ കൊണ്ടുവന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. അങ്ങനെ മൊത്തം നമുക്ക് അരിഞ്ഞെടുക്കാൻ 2 കപ്പളങ്ങ മുഴുവൻ എടുക്കുന്നില്ല, ഒരു 1.5 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കപ്പളങ്ങ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്കിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. ഒരുപാട് വെന്തുടയൊന്നും ചെയ്യരുത്. നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. അത് കഴിഞ്ഞ് അത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ അതേ 5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. അപ്പോൾ കപ്പളങ്ങ മുഴുവൻ ഊറ്റിയെടുത്തൊരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഇനി ഈ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ. നന്നായിട്ട് പഞ്ചസാര ഉരുകി ഒന്നൊരിച്ചിരി തിക്കായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പളങ്ങ ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ പഞ്ചസാരയെല്ലാം ഈ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് ഇത് നന്നായിട്ട് വരണ്ട് ഒരു ഒറ്റ നൂൽ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ഒരു കുറച്ചുകൂടെ ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിത്
പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ദേ ഇതിന് ഞാൻ 2 കളർ കൊടുക്കാനായിട്ട് 2 പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൊന്നിനകത്ത് ഒരു റെഡ് കളറും മറ്റേതിനകത്ത് ഒരു ഗ്രീൻ കളറുമാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലിരിക്കുന്നതിലോട്ട് ഒരു റെഡ് കളർ ഒരു കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ടിത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിക്കാം. മറ്റേ പാത്രത്തിലിരിക്കുന്നതിലോട്ട് ഞാനൊരു ഗ്രീൻ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ചേർത്താൽ മതിയേ. ഈ കളർ ഇട്ടതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അന്നേരം എല്ലായിടത്തും ആ കളർ നന്നായിട്ട് പിടിച്ചോളും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ എല്ലാത്തിലും കളർ ആകത്തുള്ള. കളറെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ട്രേക്കകത്തൊന്ന് നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈർപ്പമൊക്കെ കുറച്ചങ്ങ് കുറയും കേട്ടോ. കുറച്ച് സമയം വേണം വെയിലത്ത് വെച്ചാലും മതി. അപ്പോൾ ദേ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാവേ. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.